അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ സയ്യിദ് ഷുഹൂറായ റമദാനു ഷരീഫിന്റെ അവസാനത്തെ ഒറ്റയിട്ട രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പണ്ഡിതന്മാർക്ക് 40ഓളം അഭിപ്രായങ്ങൾ ഇവിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ 27ന്റെ രാത്രിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബുസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. റഅയ്തു ലൈലത്തുൽ ഖദ്രി ഫി ഉംരി മറത്തൈൻ, എൻ്റെ ആയുസ്സിൽ 2 പ്രാവശ്യം ഞാൻ ലൈലത്തുൽ ഖദറിനെ അനുഭവിച്ചിട്ടുണ്ട്. അത് 27ന്റെ രാത്രിയിലാണെന്നാണ് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബുസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ സംഖ്യയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഹുവ യുഹിബ്ബുൽ വിത്ര, ഒറ്റ സംഖ്യയാണ് അവന് ഇഷ്ടം. ആ ഒറ്റ സംഖ്യയിൽ ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടപ്പെടുന്നത് 7നെയാണ്. അതുകൊണ്ടാണ് സൂര്യചന്ദ്രാദിഗോളങ്ങളെ സൃഷ്ടിച്ച കാലം തൊട്ട് അത് അതിൻ്റേതായ പ്രപഞ്ചപരത്തിലെ ചലന വ്യത്യാസമനുസരിച്ച് മാസങ്ങളെ അള്ളാഹു 12 തിരുത്തിയെങ്കിലും ആഴ്ചകളെ 7 ആക്കിയിട്ടാണ് അവൻ സംവിധാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആകാശം 7. അങ്ങനെ അവൻ്റെ സൃഷ്ടിലോകം ചിലതിൽ അവൻ ക്രമപ്പെടുത്തിയിട്ടുള്ളത് 7 സംഖ്യ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 27ന്റെ രാത്രിയിലായിരിക്കാം ലൈലത്തുൽ ഖദർ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വാക്കിൽ 9 അക്ഷരമാണ് ഉള്ളത്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ വാക്ക് സൂറത്തുൽ ഖദർ 3 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 പ്രാവശ്യം ആവർത്തിച്ച് ലൈലത്തുൽ ഖദർ വന്നു. അതുകൊണ്ട് തന്നെ 3, 9, 27 എന്ന കണക്കനുസരിച്ച് 27ന്റെ രാവിലായിരിക്കാം ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 27ന്റെ രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ കാരണം കൊണ്ട് ഈ വരുന്ന 27ാം രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുക, തസ്ബീഹുകളെ കൊണ്ടും തംജീദുകളെ കൊണ്ടും തഹ്ലീലുകളെ കൊണ്ടും അദ്കാറുകളെ കൊണ്ടും തസ്ബീഹ് നിസ്കാരം നിർവഹിച്ചും രാത്രി നിസ്കാരം നിർവഹിച്ചും അന്നത്തെ രാവിനെ ഹയാത്താക്കുക. അള്ളാഹു നമ്മെ വിജയികളിൽ പെടുത്തുമാറാവട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമായ സയ്യിദ് ഷുഹൂറായ റമദാനു ഷരീഫിൻ്റെ തനിമയും മഹിമയും കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.